ഹായ് ഹലോ എല്ലാവർക്കും ടൂഫേസ് ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് LOB ടീമിന്റെ കസ്റ്റമർ റൂമാണ്. LOB ഇങ്ങനെയാണ് റൂം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. LOB ടീമിന്റെ കസ്റ്റമർ റൂം ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ്. 99 പേരായിട്ട് റൂമിൽ ഒരാളോട് ജോയിൻ ചെയ്താൽ 100 പേരാകുന്നതും റൂം സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. ആൻഡ് നമുക്ക് പെട്ടെന്ന് നോക്കാനുള്ള സമയമുണ്ടോ അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കിക്കളയാം ആരൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്ന്. എനിക്ക് ഒരു സെക്കൻഡ് തരണം. എനിക്ക് എൻ്റെ ഒന്ന് ഞാൻ ചെക്ക്. റൂം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ റൂം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇച്ചിരി മാറി നിൽക്കാം. കാരണം എന്താണെന്നാൽ ഈ പാട്ട് വന്നിട്ടുണ്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമെന്നതിനാണ് നമ്മൾ ഇതുവരത്തേക്ക് മാറി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഏതൊക്കെ ടീമുകൾ ഉണ്ട് എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് നോക്കിക്കളയാം. എന്തായാലും ടീം നമ്പർ 1 DC പ്ലസ് KW ടീമാണ്. ടീം നമ്പർ 2 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ടീമാണ്. ടീം നമ്പർ 3 എന്ന് പറയുന്നത് LOBയിലെ 2 പ്ലേയേഴ്സാണ്. LOBയിലെ 3 പ്ലേയേഴ്സാണ്. DLSന്റെ ഒരു പ്ലെയറിലാണ്. ടീം നമ്പർ 4 എന്ന് പറയുന്നത് മിക്സഡ് ടീമാണ്. ടീം നമ്പർ 5 എന്ന് പറയുന്നത് മിക്സഡ് ടീമാണ്. ടീം നമ്പർ 6 എന്ന് പറയുന്നത് മിക്സഡ് ടീമാണ്. ടീം നമ്പർ 7 എന്ന് പറയുന്നത് RDB ടീമാണ്. പ്ലസ് TOGയിലെ ഒരു പ്ലെയർ ഉണ്ട്. ടീം നമ്പർ 8 എന്ന് പറയുന്നത് മിക്സഡ് ടീമാണ്. ആൻഡ് ടീം നമ്പർ 9 എന്ന് പറയുന്നത് IGC പ്ലസ് RDB ആൻഡ് ആൽഫ ടീമാണ്. ടീം നമ്പർ 10 എന്ന് പറയുന്നത് ടോഗിലെ ഒരു പ്ലെയറിലാണ്. പ്ലസ് വേറൊരു റാൻഡം പ്ലെയറിലാണ്. ടീം നമ്പർ 11 SQC ടീമുകളാണ്. ടീം നമ്പർ 12 എന്ന് പറയുന്നത് DCU ടീമാണ്. നമ്പർ 13 എന്ന് പറയുന്നത് SQC ടീം ആണ്. നമ്പർ 14 സ്കാറാണ്. നമ്പർ 15 KW ടീമാണ്. നമ്പർ 16 INS ടീമാണ്. നമ്പർ 17 GTF ടീമാണ്. നമ്പർ 18 ഒരാൾ കുറവുണ്ടിൽ റാൻഡം ടീമാണ്. നമ്പർ 19 എന്ന് പറയുന്നത് MRC പ്ലസ് TOG ഉള്ള ടീമാണ്. നമ്പർ 20 എന്ന് പറയുന്നത് AXE പ്ലസ് KW പ്ലസ് ടൊമാറ്റോ ഉള്ള ടീമാണ്. നമ്പർ 21 എന്ന് പറയുന്നത് DC പ്ലസ് ഒരു KL45 നമ്പറുള്ള ടീമാണ്. ടീം നമ്പർ 22 എന്ന് പറയുന്നത് റാൻഡ് ടീമാണ്. 23 എന്ന് പറയുന്നത് TS ടീമാണ്. 24 എന്ന് പറയുന്നത് LOB ടീമാണ്. നമ്പർ 25 LOB ടീമാണ്. LOBയിൽ 3 പേരിലുള്ള ആൻഡ് പ്ലെയിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ എത്രയും പെട്ടെന്ന് നമുക്ക് നോക്കിക്കളയാം ആരൊക്കെ എവിടേക്ക് ചാടുന്നത്. എന്തായാലും നോവയിലെ ടീം നമ്പർ 10 ആദ്യം തന്നെ പോയി 10-നൊപ്പം നമ്പർ 7 പോകുന്നുണ്ട്. ടീം നമ്പർ 7 എന്ന് പറയുന്നത് RDB ടീമാണ്. ആൻഡ് TOGയിലെ ഒരു പ്ലെയറോടെ ഉള്ളതാണ്. ടീം നമ്പർ 7 എന്ന് പറയുന്നത് ആരാദ്യം ലാൻഡ് ചെയ്യും എന്നുള്ളതായിരിക്കും അഡ്വാൻറ്റേജ്. നമുക്ക് നോക്കാം ആരാണ് ആദ്യം ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് നോക്കിക്കളയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ടീം നമ്പർ 10 എന്തായാലും ലാൻഡ് ആയിട്ടുണ്ട്. ടീം നമ്പർ 7 എവിടെയാണ് ഇറങ്ങിയേക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ടീം നമ്പർ 7 അപ്പുറത്ത് മാറാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അടി നടക്കാൻ ചാൻസ് ഉണ്ട്. വേറെ എവിടെയും അടി ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. നോക്കാം. ടീമുകളെല്ലാം ചാടുന്നുള്ളൂ. കുറച്ച് ടീമുകൾ ഇപ്പോൾ ചിങ്കിയിലോട്ട് പോയിട്ട് നമ്പർ 19 നമ്പർ 8 ആൻഡ് നമ്പർ 9 ആണ്. 18 പോയിട്ടുണ്ട്. 9, 8, 19, 18 എന്നീ ടീമുകളാണ് പോയിരിക്കുന്നത്. ആൻഡ് അവരിറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടി ഇറങ്ങുന്നത് നല്ല ചാൻസ് കാണുന്നുണ്ട്. ആൻഡ് ഇതിലായിട്ട് ആരും നോക്കൗട്ട് ആയിട്ടില്ല എന്നാണ് 99 പേരും ടീമിൽ 99 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആൻഡ് എവിടെയും അടി കാണുന്നില്ല. ശാന്തസുന്ദരമായ പച്ചുങ്കിയാണ് കുറച്ച് നേരത്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. എന്തായാലും നമുക്ക് നോക്കിക്കളയാം എവിടെയാണ് അടി നടക്കാൻ പോകുന്നത് എന്ന്. അപ്പുറത്തെ ഒരു വണ്ടി പോയോ? എന്തായാലും INS ടീം അടിക്കുന്നുണ്ട്. INS ആർക്കസ് അവിടെ ടീം നമ്പർ 23 ആണ്. നമ്പർ 23 വേഴ്സസ് TSC ആണ് ഇടുന്നുണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, TNC അല്ല. എന്നാൽ സ്പീക്കർ ആളമാരെ പറ്റി നമ്പർ 24 അടുത്ത് നടക്കുന്നുണ്ട്. എസിനെ പൊളിയനയിലാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 24 LOB 22 ടീം. ആൻഡ് നമ്പർ 4 ഒക്കെ കൂടിയാണ് അടി ഉണ്ടാകുന്നത്. വീണ്ടും DC വെനവുമായിട്ട് അടി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അടി കാണിക്കുന്നുണ്ട്. ബട്ട് ആരും തന്നെ എവിടെയും തന്നെ അടി കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 21 അടുത്ത് 21 DC ടീമാണ്. അയ്യോ പറത്ത് തെറിവിളിയായിരുന്നു. ഒരു രക്ഷയില്ല. തെറിവിളിയായിരുന്നു. മുട്ടൻ തെറിവിളിയാണ്. നൈസ് ക്ലാരിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കറിയില്ല. നമ്പർ 5 എടുത്തിട്ടുണ്ട്. നമ്പർ 5 തൊട്ടിട്ട് തന്നെ നമ്പർ 5
തൊട്ടിവിടെ തന്നെയാണ് നിൽക്കുന്നത്. INS ടീമാണ്, നമ്മൾ നേരത്തെ കണ്ടാണ് INS ടീം ആരുണ്ടെങ്കിൽ നോക്കൗട്ട് ആകുന്നുണ്ട്. ടീം നമ്പർ 5 വേഴ്സസ് ടീം നമ്പർ 1 അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് വേറെ ഇവിടെ അടി നടക്കുന്നില്ല, വേറെ ഇവിടെ നടക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് പൊച്ചിങ്കി നമുക്ക് നോക്കിക്കളയാം. ടീം നമ്പർ MRC ടീം ആൻഡ് ഒബേ ടീം ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊരു അടി പ്രതീക്ഷിക്കാന്നാണ് ഈ ഏരിയയിൽ. നമുക്ക് നോക്കാം ആരൊക്കെ തമ്മിൽ അടിക്കുന്നത്. ടീം നമ്പർ 19 ആണ് MRC ടീം, ആൻഡ് MRC ടീം ഇട്ടിട്ട് തന്നെ ടീം നമ്പർ 9 ഇപ്പം ഉണ്ട്. ആൻഡ് 18 ആൻഡ് 8 അടുത്ത് തന്നെ നിൽക്കുന്ന ടീം നമ്പർ 8 ഇങ്ങോട്ട് പുഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 9 അടുത്തേക്ക്, ടീം നമ്പർ 9 അപ്പുറത്തേക്ക് മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ ടീം നമ്പർ 9 8. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. വേറെ ഒരു അടി കാണുന്നില്ല. 92 പ്ലേഴ്സിന് ഇപ്പോഴും ലൈവായിട്ട് അടുത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോവയിൽ അടി നടക്കുന്നുണ്ട്. നോവയിൽ അടിയിൽ നിന്നും പ്ലെയർ ഓടി രക്ഷപ്പെടുകയാണ്. TOG ലിയോ ആണോ ആരാണ് ഓടി നടക്കുന്നത്? മുഹമ്മദ് സിയാമാണ് ഓടി നടക്കുന്നത്. TOG ബസ്റ്റർ നോക്കൗട്ടായ പ്ലെയറെ റിവ്യൂ എടുക്കുന്നുണ്ട്. TOG മാർഷലും ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ പ്രത്യേക അടി നടക്കുന്നത് നമുക്ക് വേറെ അടി നോക്കാം. എന്തായാലും എസിന് നല്ല അടിപൊളി അടി നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. TOG ബസ്റ്ററിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവിടെ അടി നടന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എസിന് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് DC ടീമായിട്ടുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും ചെറുപ്പറ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്പർ 12 DC ഡെഡ് ഷോട്ടിന് അടുത്താണ് നടക്കുന്നത്. ഡെഡ് ഷോട്ട് നമ്പർ 6 നടക്കുന്നത്. ജോർജ് പോളാണ് നടക്കുന്നത്. നമ്പർ 12 ഹാർലി നോക്കൗട്ടാണ്. ഡെഡ് ഷോട്ട് ഹാർലി റിവൈവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടീം നമ്പർ 6 ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് എക്സ് ജംഗ്ലി ആൻഡ് സ്കാർ വേഡർ ഉള്ള ടീമാണ് നമ്പർ 6 എന്ന് പറയുന്നത്. നമ്പർ 6 അപ്പുറത്ത് നിന്ന് DCയിൽ തന്നെ മറ്റു പ്ലേയേഴ്സ് അടിക്കുന്നുണ്ട്. ആൻഡ് IGC ടീം അവിടെ അടി നടക്കുന്നുണ്ട്. IGC ടീം എവിടെ അടി നടക്കുന്നത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ടീം നമ്പർ 10 അടുത്ത് വീണ്ടും ഫയർ കാണുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് കൃത്യം പോരുന്ന സമയത്ത് എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ അവിടുന്ന് കൃത്യം പോരുന്ന സമയത്ത് അവിടെ അടി ഉണ്ടാവും. എന്തൊരവസ്ഥ നല്ല ചെയ്യുക. ഓക്കെ, എന്തായാലും DC വിജയ് നോക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് തിരിച്ച് നോക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് സ്കാർ വടയർ എന്തായാലും റിവൈവ് ചെയ്യുന്നുണ്ട്. ആൻഡ് DC ഹാർലി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഡെഡ് ഷോട്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അടുത്തിട്ട് ആൻഡ് ഹാർലിക്ക് ഒട്ടും ഹെൽത്തില്ലാന്ന് ഹാർലി ഡെഡ് ഷോട്ടിനെയും അടിച്ചിട്ടു. ആൻഡ് അവരെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കൊച്ചിങ്കിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ആരൊക്കെ തമ്മിലാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 18 ആയിട്ടാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 18 MRC ടീം അല്ല, വേറെ ടീമാണ്. ടീം നമ്പർ 8 2 പ്ലേയേഴ്സ് തീർന്നിട്ടുണ്ട്. നമ്പർ 8 2 പ്ലേയേഴ്സ് 18 പ്ലേയേഴ്സ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അവർ 9 അടുത്തേക്കാണ് പുഷ് ചെയ്തത്. എന്തായാലും 9 പ്ലേയേഴ്സ് ഫിനിഷ് ആയിട്ട് 2 പ്ലേയേഴ്സ് ആയിരുന്നു. ഇപ്പം തന്നെ ഫിനിഷ് ആയി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കിക്കളയാം വേറെ എവിടെയാണ് അടി നടക്കുന്നത് എന്ന്. ടീം നമ്പർ 24 അടുത്ത് നമുക്ക് പോയി നോക്കാം. ടീം നമ്പർ 24 124 ലിറ്റർ പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല. പണ്ടാരം ജിയോ കറണ്ട് വന്നിരുന്നല്ലേ. നമ്പർ 4 എടുത്തിട്ടുണ്ട്. നമ്പർ 4 എന്ന് പറയുന്നത് റാൻഡം ടീമാണ്. ആൻഡ് DC രജീവിനെ കണ്ടിട്ടുണ്ട്. സലിയോ ആൻഡ് രജീവിനെ അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. എക്സ് ജംഗ്ലി അതിനിടയ്ക്ക് അവിടെ തന്നെ അടി നടക്കുന്നുണ്ട്. ജോർജ് പോളിലാണ് കൂടുതൽ അടി നടക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോർജ് പോളിലോട്ട് പിന്നെ തിരിച്ചു പോകാം. ആൻഡ് നമ്പർ 6 എക്സ് ജംഗ്ലി ഇതുവരെ ഒരു കില്ലുമായിട്ട് നമ്പർ 6-ന് ഇതിലോട്ട് 4 കില്ലും ഉണ്ട്. ആൻഡ് ദ ഫിനിഷ്ഡ് TCU ടീം. ആൻഡ് ഇവരുടെ അടുത്ത് വേറെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. അതുപോലെ തന്നെ ടീം നമ്പർ 24 എടുത്തിട്ട് പോകാൻ. ടീം നമ്പർ 24 എന്ന് പറയുന്നത് LOB ടീമാണ്. LOB ടീം വേഴ്സസ് നമ്പർ 16 വേഴ്സസ് നമ്പർ 4 സലിയോ ആയിട്ട് അടി നടക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം സ്കാർ ഏഞ്ചലോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. INS ടീമിലെ പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട് ഏഞ്ചലോ. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന്. ആൻഡ് ആക്സ് ഹോക്ക് ആണോ INS ചീഫിനെ അടിച്ചിട്ടുണ്ട് തോന്നുന്നു. ആരാണ് അടിച്ചിട്ടുണ്ട്? അതെ, ആക്സ് ഹോക്കാണ് INS ചീഫിനെ അടിച്ചിട്ട് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ ഇവിടെ 4 ടീമുണ്ട്. 4 അല്ല, 1 2 3 4 5 ടീമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര കലുഷിതമായിട്ട് ഓരോ ഫ്ലാറ്റും ഓരോരുത്തർ കൈകാര്യം വെച്ചേക്കുന്നത്. ആൻഡ് ടീം നമ്പർ ആക്സിലെ പ്ലെയറെ ഫിനിഷ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നേടിട്ട് ഫിനിഷ് ആക്കിയെന്ന് തോന്നുന്നു. യെസ്, ഫിനിഷ് ആക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ല. ബൈ ദ വേ ടീം നമ്പർ ബാക്കി INS 16 പ്ലേയേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. ടീം നമ്പർ LOB ജെറി കറങ്ങി വരുന്നുണ്ട്. ആൻഡ് നമ്പർ 2 and 3 അവിടെയാണ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ ആക്സിലെ പ്ലേയേഴ്സ് INS ഷാഡോയിൽ അടിച്ചു. ആൻഡ് ഷാഡോയുടെ ഹെൽത്ത് വളരെ വളരെ കുറവാണ്. ആൻഡ്
തൊട്ടപ്പുറത്ത് അടി നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ടീം നമ്പർ 3 വേഴ്സസ് ടീം 3 കയറിച്ചുണ്ടെങ്കിൽ 24 എടുത്തിട്ട് കയറിച്ചില്ലാണ്. ആൻഡ് ടീം നമ്പർ 3 വേഴ്സസ് 23 അല്ല, ടീം നമ്പർ 3 വേഴ്സസ് വേറെ ആരായിരുന്നു, അതാരായിരുന്നു കണ്ടില്ല. എന്തായാലും ടീം നമ്പർ 3 വേഴ്സസ് 4 ആണെന്ന് തോന്നുന്നു, സലിയോ ആണെന്ന് തോന്നുന്നു അടിച്ചിട്ടത്. ടീം നമ്പർ 3 വേഴ്സസ് 4 ആയിരുന്നു അവിടെ. ആൻഡ് തൊട്ടപ്പുറത്ത് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ടീം നമ്പർ 3. ഇനി 24 അടുത്തേക്കും 4 അല്ല, സലിയോ ടീം നമ്പർ 4 അല്ല കേട്ടോ, വേറൊരു ടീമായിരുന്നു, എൻ്റെ മിസ്റ്റേക്കാണ്. ആൻഡ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ പ്ലെയറോടെ ഉള്ളു, അതിൻ്റെ ഷാഡോയുടെ ഉള്ളൂ. ഷാനോടെ അടുത്ത് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് അതിൻ്റെ ഷാഡോസ് വെക്കും, വേറെ ആൾ വെക്കുന്നു. എന്തായാലും അതിൻ്റെ ഷാഡോയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 3 ടീം കൂടെ ഉള്ളൂ. 6 ടീം എന്നുള്ളത് 3 ടീമായി ചുരുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ യെസ്നേക്ക് ഇത്രയും പിടിയുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. എന്തായാലും LOB റിഫ്ലക്സ് അവിടെ ആരെയൊക്കെ അടിച്ചിട്ടുണ്ട്. LOB റിഫ്ലക്സ് എവിടെയാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ 25 ആണ് LOB ടീം. ആൻഡ് എന്ത് ആണ് ഈ സംഭവിക്കുന്നത്? 25 LOB റിഫ്ലക്സിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്കാർ ഗ്രൂട്ട് ഉൾപ്പെടുന്ന ടീം നമ്പർ 14 ആണ് ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കാർ ഗ്രൂട്ട്, സ്കാർ പ്യൂമ, സ്കാർ ഹീറോസ് ആൻഡ് BKS ജോക്കർ ആണ്. ആൻഡ് BKS ജോക്കർ ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് സ്കാർ പ്യൂമ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. അതിന് കയറി വന്നു. LOB ബിഡിങ്ങിനെ നോക്കൗട്ട് ആക്കിയിട്ട് LOB ബിഡിങ്ങിനെ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ റൂം ഹോസ്റ്റ് ഇതാളാണ്. കൊല്ലരുത് വെറുതെ പറഞ്ഞാണ്. എന്തായാലും LOB ബിഡിങ്ങിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ ആരെങ്കിലും നേരിട്ട് ആരാണ്ടെ കൊല്ലുന്നുണ്ട്. ടീം ഒബേസാൽ കൊച്ചിങ്കിൽ ആരെയോ നേരിട്ട് കൊല്ലുന്നുണ്ട്. ആൻഡ് സ്കാർ ഗ്രൂട്ട് അവിടെ നിന്ന് ലൂട്ടൊക്കെ എടുത്തിട്ടാണ്. ടീം നമ്പർ 25 ബാക്ക് മെമ്പേഴ്സ് അപ്പുറത്തിട്ടുണ്ട്. ടീം നമ്പർ 25 2 പേരുടെ ഉള്ളൂ. LOB റേജ് ആൻഡ് LOB KW ഡിമോൺ മാത്രമേ ഉള്ളൂ. എന്തായാലും ഉള്ളത് ടീം നമ്പർ 19 അടുത്ത് അടി നടക്കുന്നുണ്ട്. MRC വേഴ്സസ് ടീം നമ്പർ 8 അടി നടക്കുന്നതാണ് തോന്നുന്നത്. ആൻഡ് MRC വനത്തെ റിവൈവ് ചെയ്യാണ്. MRC ഇലക്ട്ര ആൻഡ് അറ്റ് ദ സെയിം ടൈം തന്നെ ടീം നമ്പർ 8 കയറി വരുന്നുണ്ട്. ആൻഡ് MRC കയറി വന്നു. ആൻഡ് ഒബേസാൽ കുറച്ച് ഹെൽത്ത് മാൻ നടക്കുന്നുണ്ട്. ഒബേസാലിനെ അടിച്ചു. ഒബേസാൽ തീർന്നില്ല. ഒബേസാൽ എങ്ങനെ തീർന്നു. ഒബേസാലിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർ മൊത്തം ഫിനിഷ് ആയിട്ട് ടീം നമ്പർ 8 ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ടീം നമ്പർ 19 ആൻഡ് അവർക്ക് ടോട്ടൽ 3 കിൽസ് ഉണ്ട്. ടീം നമ്പർ 4 അടുത്ത് 24 അടുത്ത് അടി നടക്കുന്നുണ്ട്. ആൻഡ് LOB ഹൻസ്മാനെ അല്ല ആരെയോ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് റിവൈവ് ചെയ്തെന്ന് മനസ്സിലായിട്ടില്ല. അതിൻ്റെ അടുത്ത് നമ്പർ 3 and 4 തൊട്ടടുത്താണ് നിൽക്കുന്നത്. അടി പൊട്ടാനുള്ള ചാൻസ് നല്ലപോലെ ഉണ്ട്. LOB 24 ഹൻസ്മാൻ ഒറ്റയ്ക്കായില്ല. LOB ജെറി ഇവിടെ ഉണ്ട്. ഹൻസ്മാൻ അപ്പുറത്തുണ്ട്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ. എന്തായാലും ഹൗ മച്ച് ഫാസ്റ്റ് റൂം വളരെ ഫാസ്റ്റ് ആണ്. ഭയങ്കര ഫില്ലിങ്, ഭയങ്കര പെട്ടെന്ന് ഫില്ലാവുന്നുണ്ട്. എന്തായാലും LOB ഷാജിയെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ആരാണ് നോക്കൗട്ട് ആക്കുന്നില്ല, കമൻറ്റ് വായിക്കാൻ പോയാണ്. അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ആൾ വന്നപ്പോൾ സെർവർ റീകണക്ട്. നൈസ്. ഞാൻ കാണിക്കാൻ പറ്റില്ല നിങ്ങളുടെ അടി എന്ന് എൻ്റെ വിശ്വാസം. എന്തായാലും ടീം നമ്പർ 3 വേഴ്സസ് 4 അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയാണ് അടിയുള്ളത്? കുറേ ടീം, ജോർജ് പോലുള്ള ടീം പകുതി സോണിൻ്റെ പുറത്തായിരുന്നു. ആൻഡ് ടീം നമ്പർ 23 TSCക്ക് ഒരു അടി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് പിസ്റ്റലൊക്കെ ഇട്ട് അടിക്കുന്നത്. ആരാണ് പിസ്റ്റലൊക്കെ ഇട്ട് അടിക്കുന്നത് മനസ്സിലായി. ടീം നമ്പർ 6 പിസ്റ്റലൊക്കെ ഇട്ട് TSC ടീം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടും ദാരിദ്ര്യം. ആൻഡ് എക്സ് ജംഗ്ലർ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. KW ഹൾക്ക് ആൻഡ് മൊത്തം സ്പ്രേ ചെയ്യാണ് അവര് സോണിന്റെ പുറത്ത് നിന്നിട്ട്. ആൻഡ് എക്സ് ജംഗ്ലിയുടെ കാര്യം തീരുമാനമാവും. ഇപ്പം എക്സ് ജംഗ്ലി തീരും. ബട്ട് എക്സ് ജംഗ്ലി റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടീം നമ്പർ 15 അവിടെ നിന്ന് പോകാനുള്ള യാതൊരു പ്ലാനും ഉണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് കയറി വന്ന KW ഹൾക്കിനാണോ KW കൊഫിനെ എന്തായാലും അവർ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ബട്ട് തിരിച്ച് അവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടീം നമ്പർ 15-6 നല്ല അടി കിട്ടുന്നുണ്ട്. ടീം നമ്പർ 23 അടിക്കുന്നുണ്ട് അവിടെ നിന്ന്. ആൻഡ് KW ജിൻ ആൻഡ് കൊഫിൻ നോക്കൗട്ട് ആണ്. ആൻഡ് ജിന്നെ ഫിനിഷ് ചെയ്യാൻ ടീം നമ്പർ 23 ടോക്സിക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് KW ഹൾക്ക് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം 23 നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് അവർ സ്മോക്ക് ഇട്ടു. ബട്ട് അവർക്കൊരു പ്ലെയറെ മിസ്സായി എന്നാണ് എൻ്റെ വിശ്വാസം. അവർക്കൊരു പ്ലെയറെ മിസ്സായി. ടീം KW ടീമിന് ഒരു ടീം മെമ്പറെ മിസ്സായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം വേറെ എവിടെയാണ് നടക്കുന്നത്. ടീം നമ്പർ 14 അടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇവരെന്താണ് ടീം നമ്പർ 25 ഫിനിഷ് ചെയ്യുന്നത്. ബട്ട് അവർ അടുത്ത് ടീം നമ്പർ 17 വരുന്നുണ്ട്. ടീം 17 വന്നുകൊണ്ടിരിക്കുകയാണ്. ടീം 17 അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 14 ആൻഡ് അവർ വളർന്നു നിന്ന് അടിച്ചു. 2 പ്ലേയേഴ്സിനെ നോക്കൗട്ട് ആക്കിയില്ല. സ്കാർ ഹീറോസ് എങ്ങനെയോ നോക്കൗട്ട് ആവാണ്ടിരുന്നു. ആൻഡ്
സ്കാർ ഗ്രൂട്ടിനെ നോക്കൗട്ട് ആക്കാൻ ഒറ്റ പ്ലെയറോടെ ഉള്ളൂ, സ്കാറിറോസ്. ആൻഡ് സ്കാറിറോസിനെ വണ്ടിയിൽ വന്ന് കറങ്ങി നടിക്കാൻ നോക്കുകയാണ്. സ്കാറിറോസ് ഹെൽത്തെടുത്തായിരുന്നു. സ്കാറിറോസ് മാത്രമേ ഉള്ളൂ. സ്കാറിറോസിന്റെ അടുത്ത് കയറി വന്നു. സ്കാറിറോസിനെ ഫിനിഷ് ചെയ്തു. ടീം നമ്പർ 70 GTF ടീം 1 പ്ലേ. കൊണ്ടുവരെ മെസ് പ്ലേ. സോനു മരിച്ചു നോക്കാം. സോനു മരിച്ചില്ല. പ്ലീസ് സ്പെക്ടേറ്റ് ടീം നമ്പർ 1 നോക്കാം. വെയിറ്റ്, സോനു അല്ലേ? സോനു എക്സ്ക്യൂസി സോനു മരിച്ചിട്ടില്ല. സോനു ഇവിടെ ഉണ്ട്. ടീം നമ്പർ 13. ഇത്ര നേരം സ്പെക്ട് ചെയ്തിട്ടില്ല. ടീം നമ്പർ സോനു ടോട്ടൽ 4 kills ഉണ്ട്. ആ ടീമിന് 4 kills ഉള്ളൂ. എന്തായാലും TSC ടീം നമ്പർ 23 അവിടെ ആരെയൊക്കെയോ അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 23 TSC അമലാണ് അടിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ടീം നമ്പർ 23 ഇവിടെ കയറി വന്ന് മറ്റവരടിച്ചിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ അടുത്ത് സോണിലോട്ട് പോകാൻ തന്നെയായിരിക്കും പ്ലാൻ. അതിൻ്റെ നമുക്ക് വേറെ എവിടെയാണ് അടി നടക്കുന്നത് എന്ന് പെട്ടെന്ന് നോക്കിക്കളയാം. ടീം നമ്പർ 4 and 3 തമ്മിലുള്ള അടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ സ്റ്റിൽ ഓൺ ഫയർ ആണ്. പെയിൻ കളിക്കാൻ പറ്റിയില്ല. എനിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജിയോയിൽ ലൈവ് കാണുന്ന ഒന്നും മര്യാദയ്ക്ക് ലോഡാവുന്നില്ല. ഞാനും ജിയോ അടിപൊളി. ബേസിൽ ഇറങ്ങി അവിടെ വേറെ എക്സ്ക്യൂസിറ്റി അടിപൊളി. അത് ഫിനിഷ് ചെയ്താണോ അല്ലേ? സോ എക്സ്ക്യൂസീസ് ആയിരുന്നോ? വീണ്ടും എക്സ്ക്യൂസീസ്. ഞാൻ അങ്ങനത്തെ കണ്ടിട്ട് പോലും വെറുതെ വിട്ടില്ലെന്ന് തോന്നുന്നു. അനങ്ങാൻ നിൽക്കുന്നുണ്ടോ? ഓക്കെ. യുവർ കിൽഡ് മാസ്റ്റ് വാസ് എൻ്റർ ഇൻ ദ ലോബി. പൊക്കോളാൻ പറഞ്ഞു. ഹായ് അബി ബ്രോ. ഹായ് മാൻ. ഫൈക്ക് ഗുഡ്. ഇതൊക്കെയുണ്ട്. നമ്പർ 3 vs 4 അടിയാണെന്നുണ്ടെങ്കിൽ നമ്പർ 3 ഡെല്ലോ ഡിങ്കൻ സലീവ് അടിക്കാൻ നോക്കിയാണ്. ആൻഡ് വേറെ ഇവിടെ അടിയാണെന്നുണ്ടെങ്കിൽ ടീം നമ്പർ 23 ഇപ്പോഴും സോണിന് പുറത്താണ്. ടീം നമ്പർ 23 എത്രയും പെട്ടെന്ന് സോണിൽ കയറിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഗുദാഹവയാണെന്നുണ്ട്. ടീം നമ്പർ 1 സ്പെക്ക് ചെയ്യാൻ ആരോ പറഞ്ഞാൽ ടീം നമ്പർ 1 എന്ന് പറയുന്നത് DC ടീമാണ്. ആൻഡ് DC ടീം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രസന്റ് ഏരിയ കൂടെ കറങ്ങി നടപ്പുണ്ട്. ആൻഡ് അവരുടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ടീം നമ്പർ 3 നോക്കാം. ടീം നമ്പർ 3 vs 4 അടി കാണാൻ വേണ്ടി ഞാൻ കുറേ നേരമായിട്ട് ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ടീം നമ്പർ 3 അവിടെ നിന്ന് ഓടി ഷൂട്ടുകൊണ്ടിരിക്കണം തോന്നുന്നു. എന്തായാലും ടീം 22 അടുത്ത് അടി നടന്നു. ആൻഡ് 23 ആരും ഫിനിഷ് കളഞ്ഞു തോന്നുന്നു. തമ്മിൽ നേടെറിഞ്ഞ് കളിക്കുകയാണ്. നേടെറിഞ്ഞിട്ട് ഓടുന്നു, മറ്റേ ആൾ ഓടി ഷൂടുന്നു, ബോംബിടുന്നു. എന്തൊരു നല്ല കളി. അവൻ DC അർജുനെ സ്വയം നേടിച്ചു. എന്തിനാണെന്ന് മനസ്സിലാവും. വല്ല സ്റ്റക്കായി കിടന്നായിരിക്കും തോന്നുന്നു. എന്തായാലും അല്ലാണ്ട് ആരും നേടിട്ട് ടീമിനെ തട്ടൂലല്ലോ. ഞാൻ ടീം നമ്പർ 5 ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. 5 ഇല്ല, അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയൊന്നുമല്ല. എന്തായാലും ഹോല സ്ട്രീം ചെയ്തല്ലോ. എന്താണ് ദിശ? ടീം നമ്പർ 13 എന്തായാലും ടീം നമ്പർ 10 അടിക്കുന്നുണ്ട്. എക്സ്ക്യൂസി സോനുവിനെ കണ്ടിട്ടുണ്ട്. TOG ലീവ് ആൻഡ് ഹെഡ് ഷോട്ടിൽ എക്സ്ക്യൂസി സോനു നോക്കോട്ടാണ്. എക്സ്ക്യൂസി T1 മാത്രമല്ല. T1 TOG ടോഗ് മാർഷൽ ആൻഡ് ലിയോ കണ്ടിട്ടുണ്ട്. മാർഷലിന്റെ ഹെൽത്ത് നല്ല രീതിയിൽ പോയിട്ടുണ്ടോ? മാർഷലിനാണെന്ന് തോന്നുന്നു ഹെൽത്ത് നല്ല രീതി. എന്തായാലും എസ്ബോൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബോണ്ട് അടി കിട്ടുന്നുണ്ട്. ബോൺ വെട്ടി ഓടിയിട്ടും അടി കിട്ടുന്നുണ്ട്. ഒരൊറ്റ ഷോട്ടോടെ കിട്ടിയത് തീർന്നു. എക്സ്ക്യൂസി T1 തീർന്നിരിക്കുന്നു. TOG ബസ്റ്ററാണ് തീർത്തിരിക്കുന്നത്. DC ടീം ഇവിടെ വന്നിട്ടുണ്ട്. DC ടീം വേഴ്സസ് ടീം നമ്പർ 10 അടി നടക്കാൻ പോകുന്നു. DC ടീം ഒരു ഡ്രോപ്പൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിന്റെ അനന്തരഫലം എന്ന രീതിയിൽ ടീം നമ്പർ 1 വേഴ്സസ് ടീം നമ്പർ 10 അടി നടക്കുന്നുണ്ട്. ആൻഡ് ടീം നമ്പർ 10 മുഹമ്മദ് സിയാൻ നോക്കൗട്ട് ആയിട്ടുണ്ട്. TOG ലിയോയുടെ ഹെൽത്ത് വളരെ കുറവാണ്. TOG ബസ്റ്റർ ഇവിടെ നോക്കി നിൽപ്പുണ്ട്. ആൻഡ് DC ടീമിന് നോക്കൗട്ട് ആകുന്നുണ്ട്. DC വെനത്തെ TOG ബസ്റ്റർ നമ്മൾ പറഞ്ഞ പോലെ നോക്കി നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് ബസ്റ്ററിനടുത്ത് സ്മോക്ക് ഇട്ടിട്ടുണ്ട്. DC ടിനോ റിവൈവ് ചെയ്യാനും ചെല്ലുമ്പോൾ നമുക്ക് നോക്കറിയാം. ആൻഡ് TOG മാർഷൽ നോക്കി നിൽക്കുകയാണ്. ടിനോയാണെന്ന് നോക്കി നിൽക്കുന്നത്. ആൻഡ് DC പീസ് ഔട്ട് കയറി ചെല്ലുന്നുണ്ട്. ആൻഡ് ടിനോ ഓടി ചെല്ലുന്നുണ്ട്. ടീമെ കടിയിട്ട് ടിനോ നോക്കൗട്ടായി. ഇനി ഒരൊറ്റ അവിടെ ഉള്ളൂ. ആൻഡ് പീസ് ഔട്ട് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 പ്ലെയേഴ്സ് നോക്കൗട്ട് ആയതിൻ്റെ അഡ്വാൻറ്റേജിൽ കയറി ചെല്ലുകയാണ് ടീം നമ്പർ 10. എന്തായാലും 10 കറങ്ങി വരുന്നത് പീസ് ഔട്ട് കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. ആൻഡ് അവർ കറങ്ങി വന്നിട്ടുണ്ട്. ഒരു നേട് വന്നിട്ടുണ്ട്. നേടിൽ എല്ലാവരും തീരുന്നതായിരിക്കുമോ? നേടിച്ചിട്ട് മാറിയാണ് വീണത്. ആൻഡ് പീസ് ഔട്ട് വന്നിട്ടുണ്ട്. പീസ് ഔട്ട് കയറി വന്ന് പീസ് ഔട്ട് അടിച്ചു. പീസ് ഔട്ട് ഫിനിഷ് ആയിട്ട് നമ്പർ
1 DC team എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. അഞ്ജലി ടീം നമ്പർ 1 ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് ടീം നമ്പർ 10 രണ്ട് ടീമിനെ ഇവിടെ ഇപ്പോൾ അടിച്ചിട്ട്. ആൻഡ് നമുക്ക് നോക്കാം വേറെ എവിടെയാണ് അടി നടക്കുന്നത്. ടീം നമ്പർ 24 22 DLS ആൻഡ് OG പ്ലസ് DGX ഉള്ള ടീമാണ്. ടീം നമ്പർ 5 പ്ലേയേഴ്സിനെ ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 5 INS ഫിനിക്സിനാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബാക്കി 5 പ്ലേയേഴ്സ് എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ആൻഡ് INS ഫോണിക്സ് ഇവിടെ കിടന്നിട്ടുണ്ട്, പാമ്പായിട്ടുണ്ട്. എന്തായാലും പണിപ്പാമ്പായും പെട്ടിയും വരായിരുന്നു. അത് ഈ ടീം നമ്പർ 5 അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ടീം നമ്പർ 22 മിനിറ്റ്. ആൻഡ് ടീം നമ്പർ 22 കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 22 മെമ്പേഴ്സ് ടീം നമ്പർ 5 പ്ലെയർ തപ്പുന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടീം നമ്പർ 22 ഒരു പ്ലെയർ ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് ടീം നമ്പർ 22 അടുത്ത പ്ലെയർ ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത പ്ലെയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡ്രാഗണൈറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഡീൽസ് ഡാർഗോഡ് ഡ്രാഗണൈറ്റ് ഫിനിഷ് ചെയ്തു. ബട്ട് ഡാർഗോഡിനെ ഡീൽസ് ഡാർഗോഡിനെ INS നെക്സിസ് അടിച്ചിട്ടുണ്ട്. ആൻഡ് ടീം നമ്പർ 22 ഒറ്റ പ്ലെയറുടെ ഉള്ളൂ. കട്ടശോകമാണ് ടീം നമ്പർ 22 അവസ്ഥ. ആൻഡ് 22 ഓടിച്ചിട്ട് അടിക്കാമെന്നാണ് ഇപ്പോൾ ഓടിച്ച് അടിമേടിക്കുന്ന അവസ്ഥയാണ്. ആൻഡ് ടീം നമ്പർ 22 OG അർജുൻ ഇവിടെ വന്ന് ഒളിച്ചിരിപ്പുണ്ട് ഒരു സ്മോക്ക് ഇട്ടിട്ട്. ആൻഡ് DLS ഡാർഗോഡ് എഴഞ്ഞ് അർജുൻ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ടീം നമ്പർ 5 ഈ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഡ്രാഗണൈറ്റിന്റെ റിവൈവ് എടുത്തിട്ടുണ്ട് INS നെക്സിസ്. ആൻഡ് ദേ ആർ മാർച്ചിങ് ടുവേർഡ്സ് അർജുൻ. അയ്യോ അർജുൻ എന്തായാലും DLS ഡാർഗോഡൻ റിവൈവ് ചെയ്യുന്നുണ്ട്. ഇവർ സ്മോക്കിലാണെന്ന് കരുതിയാണ് DLS INS നെക്സിസ് കഴിക്കുന്നത്. നെക്സിസ് സ്മോക്കിലോട്ട് നേടറിയുന്നുണ്ട്. ആൻഡ് റഹൂഫ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടീം നമ്പർ 22 DLS ഡാർഗോഡ് ഹെൽത്ത് എടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു മൊളറ്റോ റഹൂഫിന് മുമ്പിലോട്ട് വന്നു. ബട്ട് റഹൂഫിനൊന്നും പറ്റിയില്ല. റഹൂഫ് ജസ്റ്റ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആൻഡ് കണ്ടിട്ടുണ്ട് DLS OG അർജുൻ റഹൂഫിനെയും DLS ഡാർഗോഡ് ഫിനിക്സിനെയും നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് INS നെക്സിസ് ആൻഡ് ഡ്രാഗണൈറ്റ് എഴുഞ്ഞ് ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്. INS നെക്സിസ് കിടപ്പുണ്ട്. ആൻഡ് റഹൂഫ് ആൻഡ് ഫോണിക്സ് പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവരിവിടെ കിടക്കുകയാണ്. ഡ്രാഗണൈറ്റ് നൈസായിട്ട് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അടിക്കുമോ? OG അർജുൻ നോക്കി നിൽക്കുകയാണ്. ആൻഡ് OG അർജുനെ ഡ്രാഗണൈറ്റ് കാണുമോ? ഡ്രാഗണൈറ്റ് അർജുനെ കാണുമോ എന്ന് നമുക്ക് നോക്കറിയാം. എന്തായാലും സോൺ വരുന്നുണ്ട്. ഇപ്പോൾ കയറിയില്ലെങ്കിൽ അർജുൻ്റെ അടി കിട്ടി. ബട്ട് നെക്സിസ് അടി പകുതിയും പുറത്തോട്ടാണ് പോയത്. അങ്ങനെ ഡാർഗോഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാർഗോഡ് തിരിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റഹൂഫിനെ ഡ്രാഗണൈറ്റിനിടയ്ക്ക് റിവൈവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോണിക്സും റിവൈവ് ജില്ലുവാണ്. ബട്ട് INS നെക്സിസ് OG അർജുൻ അടിച്ചിട്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഡാർഗോഡ് അർജുനെയും അടിച്ചിട്ട് റഹൂഫ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റഹൂഫിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു DLC ഡാർഗോഡ്. ആൻഡ് ഡാർഗോഡിന് അടി കിട്ടണുണ്ടോ? ഡാർഗോഡിന് അടി കിട്ടണില്ല. ബട്ട് അർജുനെ ഫിനിഷ് കളഞ്ഞു. റഹൂഫ് കയറി വന്ന്. ആൻഡ് ടീം നമ്പർ 4 ഇപ്പോഴും 5 ഇപ്പോഴും കട്ട സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഫീനിക്സ് ഹെൽത്തോടെ എടുത്താൽ കട്ട സ്ട്രോങ് ആയിരിക്കും. ആൻഡ് നെക്സിസ് നോക്കൗട്ട് കിടക്കുകയാണ്. നെക്സിസിന്റെ ഹെൽത്ത് വളരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് റഹൂഫ് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് റിവൈവ് ചെയ്യാൻ വേണ്ടി. റഹൂഫ് ആൻഡ് ഡ്രാഗണായിട്ട് ഒരു നേരെടുത്ത് പറഞ്ഞു. ബട്ട് ഡാർഗോഡിന്റെ അടുത്തല്ല എന്ന് വീണത്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ആൻഡ് ഫീനിക്സിനെ DLS ഡാർഗോഡ് വീണ്ടും നോക്കൗട്ട് ആക്കുന്നുണ്ട്. ഫീനിക്സിനെ വീണ്ടും ഇപ്പോൾ എടുത്തില്ലെങ്കിൽ വണ്ടി പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് DLS ഡാർഗോഡ്. ആൻഡ് ഡാർഗോഡ് ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂഫിനുണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഡ്രാഗണൈറ്റ് വണ്ടി പൊട്ടിച്ചടഞ്ഞിട്ടുണ്ട്. ഇനി ടീം നമ്പർ 5 സോണിലോട്ട് എത്താൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. ടീം നമ്പർ 23 അടുത്ത് കടി നടക്കുന്നത്. ഞാൻ ഇവിടെ ഇവന്മാർ അടിയാനൊക്കെ വെച്ചിരിക്കുകയാണല്ലോ ഈശ്വര. വേറെ അടി നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും GTF ടീമിന് അടുത്താണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് GTF Pubg നോക്കൗട്ട് കിടക്കുകയാണ്. ടീം നമ്പർ 23 അടുത്തോട്ട് കയറി ചെന്നാണ് ടീം നമ്പർ 17 എന്ന് തോന്നുന്നു. ആൻഡ് 23 ഫിനിഷ് ആയിട്ടുണ്ട്. ടീം നമ്പർ 17 നേരത്തെ കാണിച്ചതുപോലെ തന്നെ അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ആൻഡ് കറണ്ട് ഇല്ലടാ, താങ്ക് യു. ഓക്കെ, പേക്സ് ഉണ്ട്. പേക്സ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നൂബ് ഗെയിമർ ടീം നമ്പർ 23 ഇപ്പം ഫിനിഷ് ആയത്. ടീം നമ്പർ 17 GTF ടീം നേരെ അടിച്ചിട്ടുണ്ട്. ആൻഡ് വേറെ എവിടെ അടി നടക്കുന്നില്ല. ടീം നമ്പർ 4 vs 3 തമ്മിലുള്ള അടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും അടിയല്ല, മീൻസ് അവർ തമ്മിൽ അടുത്തടുത്ത് ഇപ്പോഴും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്.
ആൻഡ് നമുക്ക് വേറെ ആരുടെ നടക്കുന്നുണ്ടോ നോക്കാം. ടീം നമ്പർ 5ന്റെ അടി ടീം നമ്പർ 22 and 5 ഇപ്പോഴും അടിയാണെന്നുണ്ടെങ്കിൽ DLS ഡാർക്കോട് വീണ്ടും INS നെക്സിസിന് റിവൈവിയും പൊക്കും. ആൻഡ് DLS ഡാർക്കോട് ഇവിടെ നിൽപ്പുണ്ട്. ഇനി വെറും 2 പ്ലേയേഴ്സ് റഹൂഫിനെ കണ്ടിട്ടുണ്ട്. റഹൂഫിനെ അടിച്ചു. റഹൂഫിനെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. റഹൂഫ് ഒരുമാതിരി കിളി പാറിയ രീതിയിൽ അതിലൂടെ ഓടിക്കാനൊക്കെ ആയിരുന്നു. ആൻഡ് ഡ്രാഗനൈറ്ററെ കണ്ടിട്ടുണ്ട്. ഡ്രാഗനൈറ്റർ നല്ല അടി കിട്ടുന്നുണ്ട്. ഡ്രാഗനൈറ്റിന്റെ ഹെൽത്ത് നല്ല രീതിയിൽ കുറവാണ്. ഡ്രാഗനൈറ്റ് പുറകോട്ട് ഓടുവാണ്. ഡ്രാഗനൈറ്റിനെ നോക്കൗട്ട് ആക്കി. DLS ഡാർക്കോട് ഒറ്റയ്ക്ക് കിടന്ന് സോണിന്റെ പുറത്ത് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. INS ഫീനിക്സിനെ തീർത്തു. ആൻഡ് ഫുൾ ടീമിനെ വൈപ്പ് ഔട്ട് തന്നു DLS ഡാർക്കോട്. ആൻഡ് ഡാർക്കോട് സോണിനോട്ട് ഓടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഡാർക്കോട് മുട്ടം കളിയായിരുന്നു. അവിടെ കിടന്ന് തക്കം പക്ക അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടീം നമ്പർ 5നെ. ടീം നമ്പർ 5 ഒറ്റയ്ക്ക് ഫിനിഷ് കളഞ്ഞത്. എന്തായാലും ടീം നമ്പർ 19 ടീം നമ്പർ 3 എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടീം നമ്പർ 3യിൽ LOB സ്വാഗ് ആണ് നിൽക്കുന്നുണ്ട്. സ്വാഗിനിട്ട് അടിച്ചു. ബട്ട് സ്വാഗിനിട്ട് കൊണ്ടില്ല. സ്വാഗ് ജസ്റ്റ് മാറിക്കളഞ്ഞു. ആൻഡ് ടീം നമ്പർ 9ൽ ഒരു പ്ലെയർ ഓഫ്ലൈൻ ആണെന്ന് സംശയമുണ്ട്. അറിയില്ല. അത് എനിക്ക് കയറിയിരുന്നാണ് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ വണ്ടിയിലായിരുന്നു പുള്ളി. എന്തായാലും നമുക്ക് ടീം നമ്പർ 19നെ സ്പെക്ക് ചെയ്യുന്നതിനിടയിൽ ടീം നമ്പർ 4നെ കൂടെ സ്പെക്ക് ചെയ്യാം. LOB ടീമിനെ ടീം നമ്പർ 3യെ ടീം നമ്പർ 4ഉം ഇപ്പോഴും അവർ കഞ്ഞിക്കിടാൻ വേണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 7 ടീമും 20 പ്ലേയേഴ്സോട് ബാക്കിയുള്ളൂ. ടീം നമ്പർ 3യുടെ അടുത്ത് അടിയണക്കുണ്ട്. 3 അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 4 ഉണ്ടാണെന്ന് തോന്നുന്നു. ആക്സ് ക്ലാൻ ഉണ്ട്. ഇപ്പം ടീം നമ്പർ 4 ആടി മലമ്പളി നിൽപ്പുണ്ട്. TFC ടീമുണ്ട്. TFC ടീം ജസ്റ്റ് ഫിനിഷ് ആയി. ബ്രോ ആരൊക്കെ ഉണ്ടെന്ന് പെട്ടെന്നൊന്ന് കാണിക്കും. ആരൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് കാണിക്കാമല്ലോ. ഒരു പ്രശ്നമില്ല. അതെന്താ ആരൊക്കെ ഉണ്ടെന്ന് കാണിക്കാമല്ലോ. ടീം നമ്പർ 3 LOB ആൻഡ് DLS ഉള്ളത്. ടീം നമ്പർ 4 AX ഉള്ളത്. ആൻഡ് ടീം നമ്പർ 17 GTF ഉള്ളത്. ടീം നമ്പർ 19 MRC ഉള്ളത്. ടീം നമ്പർ 24 LOB ഉള്ളത്. ആൻഡ് ടീം നമ്പർ 12 DLS ഡാർക്കോട് മാത്രം ഉള്ളത്. ആൻഡ് GTF ടീം ഇതിനിടയ്ക്കൂടെ ഇതിൽ കയറി തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ടീം നമ്പർ 19 GTF ടീമിൻ്റെ അടിയാൻ നോക്കി. ബട്ട് അവർ കാര്യമായിട്ട് പറ്റില്ല. അവർ കയറി ചെന്നത് പക്ഷേ ഒരു കുരുതിക്കളത്തിലേക്കായിരുന്നു. ടീം നമ്പർ 3യുടെ അടുത്തേക്കായിരുന്നു. ആൻഡ് GTF ടീമിന് തലങ്ങും വലങ്ങും അടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ഡിവിഷൻ ടീം നമ്പർ 3 കയറി വന്നു, അടിച്ചു. ടീം നമ്പർ 3 ഫിനിഷ് ചെയ്ത് കളഞ്ഞു. ടീം നമ്പർ 17 GTF ടീമിനെ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തായാലും സ്റ്റക്കാണ്. എനിക്ക് മാറാനുള്ള സ്റ്റക്ക്. എന്തായാലും ടീം നമ്പർ 4 vs 19 അടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതെന്താണിത് പോകാത്തത്? അടിപൊളി. ഇതിന് പോകില്ല. പിള്ളാച്ച ഈ സാധനം പോകണില്ല കേട്ടോ. ഷടാ ചതിയായി പോയല്ലേ ഇത്. അടിപൊളി. ഇതെങ്ങനെയാണ് ഓണായെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. എന്തായാലും എന്താണിത്? പുല്ല്. പോയി സദാമനമി. ടീം നമ്പർ 4 vs 19 അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് 19 ഫിനിഷ് കളഞ്ഞിട്ടുണ്ടോ? 19 ആരോ ഫിനിഷ് കളഞ്ഞിട്ടുണ്ടോ? എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഞാൻ എറർ വന്നപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ടീം നമ്പർ 4 vs 3 ഇവിടെ അടി നടന്നിരിക്കുന്നത്. ബാക്കിയുള്ള ടീംസ് എവിടെയാണ് നമുക്ക് നോക്കുന്നത്? ടീം നമ്പർ 20 ഇവരെ എവിടെയാണ് ബാക്കിയുള്ള ടീംസ്? 19 എവിടെയുണ്ട്? 19 ആരും ഫിനിഷ് കളഞ്ഞിട്ടില്ല. മൈ മിസ്റ്റേക്ക്, മൈ ബാഡ്. ടീം നമ്പർ 20 ടീം നമ്പർ 19 അടി വരാൻ പോകുന്നത്. അതും ക്വാറി ഏരിയയിൽ. ടീം നമ്പർ 20 ഇവിടെ ഉണ്ട്. ആൻഡ് മറ്റൊരു ടീമായ ടീം നമ്പർ 22ലെ 22നെ ഫിനിഷ് ചെയ്ത് 24 ഉള്ളൂ. ടീം നമ്പർ 24 LOB ജെറി. ആൻഡ് ടീം നമ്പർ 4ലെ സ്കാർ ആഞ്ചലോ കണ്ടിട്ടുണ്ട്. സ്കാർ ആഞ്ചലോക്ക് അടിക്കാൻ പോവാണ്. ആൻഡ് സ്കാർ ആഞ്ചലോ പ്രശ്നമൊന്നുമില്ല. LOB ലോഗൻ ഇവിടെ കിടപ്പുണ്ട്. ടീം നമ്പർ 3 സോണിൽ വെളിയിലാണെന്ന് തോന്നുന്നു. യെസ്, ടീം നമ്പർ 3 ഓടിക്കൊണ്ടിരിക്കുകയാണ്. LOB ഹിറ്റ്മാൻ ഹെൽത്ത് എടുക്കാനുള്ള ടൈം കിട്ടൂല. LOB ഹിറ്റ്മാൻ എന്തായാലും വേണ്ടിട്ടുണ്ട്. DLS ഡെഡ്സെക്കും വേണ്ടിട്ടുണ്ട്. ആൻഡ് DLS ആരാണെന്ന് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. DLS ഡെഡ്സെക്കിന് ഫിനിഷ് ആയിരുന്നു. ടീം നമ്പർ 4 സോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 4 ഒട്ടും ഹെൽത്ത് ഇല്ല. ആൻഡ് ഹെൽത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് സലിയോ. ആൻഡ് സലിയോ ഫുൾ ഹെൽത്ത് എടുത്തിട്ടുണ്ട്. ബട്ട് ആക്സ് ഹോക്ക് വീഴും തോന്നുന്നു. ഹോക്ക് വീണു. ആൻഡ് എന്താ ഇതിന് വണ്ടി വിട്ടു പോവുക. ആൻഡ് ടീം നമ്പർ 4 സോണിലോട്ട് കയറാനുള്ളത് തത്രപ്പാടിലാണ്. അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോൺ വന്നത് അറിഞ്ഞില്ല. ബട്ട് ടീം നമ്പർ 19 കൃത്യമായിട്ട് അറിഞ്ഞു. ആൻഡ് ടീം നമ്പർ 19 സോണിലേക്ക് ഓടുകയും ചെയ്തു. ആൻഡ് അവരിപ്പോൾ സോണിൽ കയറുകയും ചെയ്യും.
അവർ അടി നടന്നില്ല, വിജയിച്ചില്ല എന്ന് കണ്ടപ്പോഴേ അവർ പിൻവലിഞ്ഞു. ബട്ട് പിൻവലിയാതെ ടീം നമ്പർ 3 and 4 പണി മേടിച്ചത് ടീം നമ്പർ 4 ഒരു വിധത്തിൽ സോണിനകത്ത് കയറിയിട്ടുണ്ട്. അവർ സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 24 LOB ടീം ഇവിടെ കട്ടക്ക് നിൽപ്പുണ്ട്. ആൻഡ് ഇൻ ഗെയിം സൗണ്ട് ഇല്ല. എൻ്റെ പൊന്ന്, ഇപ്പം ശരിയായോ? ഞാൻ ഇൻ ഗെയിം സൗണ്ട് ഓഫ് ആക്കിയിട്ട്. ഇത് എങ്ങനെ ഇൻ ഗെയിം സൗണ്ട് ഓഫ് ആകുമെന്ന് മനസ്സിലായില്ല. ഇപ്പം ഇൻ ഗെയിം സൗണ്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നേരത്തെ ഇൻ ഗെയിം സൗണ്ട് ഇല്ലാതിരുന്നാലും ഞാൻ വളരെയധികം കിടന്നിരിക്കുന്നു. ആക്സ് ടീം ഇവിടെ ആരും അടിച്ചിട്ട് ഞാൻ എൻ്റെ അതും ശ്രദ്ധിച്ചില്ല. ടീം നമ്പർ 4 വേഴ്സസ് 4 എന്തായാലും സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 24 അടുത്തേക്കാണ് അവർ കയറി ചെല്ലാൻ. MR സെലക്ടർ നോക്കൗട്ടാണ്. MR സെലക്ടർ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ സൂപ്പ് ടീം നമ്പർ 20 ആണെന്ന് തോന്നുന്നു. ടീം നമ്പർ 20 വേഴ്സസ് 9 അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ടീം നമ്പർ 20 ടൊമാറ്റോ സൂപ്പ് ആൻഡ് ആക്സ് PG. ടീം നമ്പർ 19-നെതിരെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സലിയോ നോക്കൗട്ടുണ്ട്. LOB ലോഗനാണ് സലിയോ നോക്കൗട്ട് ആക്കിയത്. LOB ലോഗൻ സ്കൈ റേഞ്ചിലോ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. സ്കൈ റേഞ്ചിലെ സോണിൻ്റെ പുറത്താണ്. ആൻഡ് LOB ലോഗൻ സോണിലേക്ക് ഓടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആക്സ് മെസ്സി ഇവിടെ ഉണ്ട്. ആക്സ് മെസ്സി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. LOB ജെറി. അങ്ങനെ ടീം നമ്പർ 4 ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ടീം നമ്പർ 19, 20 ആൻഡ് ടീം നമ്പർ 24 മാത്രമാണ് ഉള്ളത്. MRC ടീമിലൂടെയൊക്കെയാണ്. ബട്ട് അവർ തൊട്ട് മുകളിൽ കൂടെ ടീം നമ്പർ 24 കയറി വരുന്നുണ്ട് എന്നത് ഇവരറിയുന്നില്ല. തൊട്ടപ്പുറത്ത് തന്നെ LOB മീൻസ് ടീം നമ്പർ 20 ഉള്ളത് ഇവർക്ക് അറിയുമോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് ടീം നമ്പർ 24-നെ നോക്കിക്കളയാം. LOB ജെറി എഴഞ്ഞെഴിഞ്ഞെന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ MRC മാസ്റ്റർ ആൻഡ് വെനം നമ്മളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് അവരുള്ള കാര്യം എറിയ നേടൊന്നും ഇല്ലെന്ന് തോന്നുന്നു അവരുടെ ഇത്. ഇൻ ഗെയിം സൗണ്ട് ഓക്കെ സെയിം കമൻ്റ് ആണ്. ഹായ് അബീസ് ജാൻവി. ഹായ് ജാൻവി. ഇൻ ഗെയിം സൗണ്ട് ഇപ്പോഴാണ് ഓണാക്കിയ. നീ പറഞ്ഞ കറക്റ്റാണ്. ഇൻ ഗെയിം സൗണ്ട് ഇല്ലായിരുന്നു. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാനതിൽ ആരെയും ഒന്നും പറയുന്നില്ല. ടീം 20 ഇവിടെ നിൽക്കുന്നുണ്ട്. 24-ൻ്റെ കേസിൽ മാത്രമേ ഒരു ഇതുള്ളൂ. ടീം 24 കയറി വന്ന് അടിക്കുമോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. 24 അവിടെ സേഫ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവർ സോണിലാണ്. ആൻഡ് ടൊമാറ്റോ സൂപ്പ് വെനം ടൊമാറ്റോ സൂപ്പിനോട് അടിച്ചു. ടൊമാറ്റോ സൂപ്പിന് ഹെൽത്ത് പോയി. ആൻഡ് ആക്സ് PG MRC മാസ്റ്ററിനെ നോക്കൗട്ടാക്കി. ടൊമാറ്റോ സൂപ്പ് why are you laughing at? Why are you laughing? There's no need to laugh. And MRC വെനം കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. MRC മാസ്റ്റർ തീർന്നിട്ടുണ്ട്. MRC വെനം ഹെൽത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 24 ഇവിടെ വന്നിട്ടുണ്ട്. ടീം നമ്പർ 24 ഇവിടെ അടി കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം എന്നുള്ള രീതിയിൽ ടീം നമ്പർ 24 ഇവിടെ വന്നിട്ടുണ്ട്. ജോസഫ് മെസ്സേജ് എന്താണ് അങ്ങനെ സ്പെല്ല് ചെയ്യാൻ കരുതില്ല. ഐ എം സോറി. ഡിസ്പ്ലേ ടീം നമ്പർ 19 and 20 ഇവിടെ നിൽക്കുന്ന ടീം നമ്പർ 20 സോണിൻ്റെ പുറത്താണെന്ന് സംശയമുണ്ട്. അല്ല, ടീം നമ്പർ 20 സോണിൻ്റെ പുറത്തല്ല, ഒരിക്കലുമല്ല. ടീം നമ്പർ 19 MRC വെനം ഇവിടെ കിടപ്പുണ്ട്. LOB ടീം കാണാൻ ചാൻസ് ഇല്ലാത്തൊരു പൊസിഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും MRC ടീം LOB ടീം കറങ്ങി സോണിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അവർ പതുക്കെ എഴഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയാമായിരിക്കും എന്തായാലും LOB ടീം ഇവിടെയുള്ള കാര്യം. കാരണം LOB ടീം നേരത്തെ ബാക്കിൽ അടി നടത്തിയത് ഇവർ കണ്ടതാണ്. LOB ജെറി ഒരു സ്മോക്ക് എടുത്ത് മുമ്പോട്ടിട്ട് സോണിലോട്ട് കയറാൻ വേണ്ടി തന്നെയാണ്. ബട്ട് MRC വെനം ഇവിടെയുള്ള കാര്യം LOB ജെറിക്ക് അറിയാമോ ഇല്ലയെന്ന് കരുതില്ല. എന്തായാലും ജെറി എണീറ്റ് എന്നാൽ ഒരടി കിട്ടാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. And I'm not talking about tomato soup. It was his username. So this name, ID name. Look at the team number 20 plus name. It's tomato soup, isn't it? Yes, tomato soup. And team number 20 നമ്മൾ സ്പെക്ക് ചെയ്തില്ല. അവർ ഇവിടെ തന്നെ സേഫ് ആയിട്ട് നിൽപ്പുണ്ട്. ആൻഡ് team number 20 ടൊമാറ്റോ സൂപ്പ് ആർക്കിട്ട് അടിക്കാൻ നോക്കി, ബട്ട് അടികൊണ്ടില്ല. ആൻഡ് MRC വെനം സോണിലോട്ട് കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു.
LOB Jerry and LOB Logan ഓടി കയറുന്നുണ്ട് ഫോണിലോട്ട് ആൻഡ് MRC നേരത്തെ കണ്ടു MRC നേരത്തെ അടിച്ചു MRC നേരത്തെ നോക്കൗട്ട് ഫിനിഷ് ചെയ്തു ബട്ട് LOB Jerry ആൻഡ് വീണു ബട്ട് LOB ടീമിനെ തീർത്തിട്ടുണ്ട് ടൊമാറ്റോ സൂപ്പ് ആൻഡ് XPC ഉൾപ്പെടുന്ന ടീം നമ്പർ 20 ആൻഡ് ദ വിന്നേഴ്സ് ആർ ടൊമാറ്റോ സൂപ്പ് KW ബബ്ലു XPC ആൻഡ് X റിയാസ് എന്ന ടീമാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് LOB മ്യൂബോട്ട് LOB 100M LOB ലോഗൻ ആൻഡ് LOB Jerry ഉള്ള ടീമാണ് തേർഡ് വന്നിരിക്കുന്നത് TOG ഇൻസൈൻ MRC വെനം MRC മാസ്റ്റർ MRC ഡയറക്ടർ ഉള്ള ടീമാണ് ആൻഡ് നമുക്ക് നോക്കാം ആരാണ് ഇന്നത്തെ MVP എന്ന് 4 കില്ലുമായി ടൊമാറ്റോ സൂപ്പ് എന്നുകൊണ്ട് അത് കൂടുതലായതുകൊണ്ട് നമുക്ക് നോക്കാം 3 കില്ലുമായി MRC മാസ്റ്റർ ഉണ്ട് പക്ഷെ അത് പോരാ 4 കില്ലുമായിട്ട് സലിയോ ഉണ്ട് ആൻഡ് 4 കില്ലുമായിട്ട് LOB സ്വാഗുമുണ്ട് 4 കില്ലുമായിട്ട് DLS സ്റ്റാർ ഗോഡുമുണ്ട് 7 കില്ലുമായിട്ട് TOG ബസ്റ്ററാണ് ഏറ്റവും കൂടുതൽ കിൽസ് എന്നിട്ട് നമുക്ക് നോക്കാം വേറെ ആരെങ്കിലും കൂടുതൽ കില്ലുണ്ടോ എന്ന് 7 കില്ലിൽ കൂടുതലുണ്ടോ നമുക്ക് നോക്കേണ്ടത് 7 കില്ലിൽ കൂടുതൽ ആരും തന്നെ ഇല്ല എന്നതാണ് വസ്തുത ആൻഡ് TOG ബസ്റ്ററാണ് നമ്മുടെ ഇന്നത്തെ MVP ആയിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ LOB കസ്റ്റമർ ജയിച്ചിരിക്കുന്നത് ടൊമാറ്റോ സൂപ്പ് KW ബബ്ലു XPC X റിയാസ് ഉൾപ്പെടുന്ന ടീമാണ് ആൻഡ് കൺഗ്രാറ്റ്സ് ടു ദം റിസ്പ്ലേ ദ പ്രോ ദ അൾട്രാ പ്രോ ദ ടെറർ പ്രോ അതെന്താ സംശയം ഹീസ് അൾട്രാ നൂബ് ടെറർ നൂബ് എന്തായാലും എൻ്റെ ഇന്നത്തെ LOB കസ്റ്റമർ റൂം ഇവിടെ തിരികെയാണ് എൻ്റെ ടെറിബിൾ കമൻറ്ററി കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട് ആൻഡ് നമുക്ക് LOB ടീമിൻ്റെ മറ്റൊരു കസ്റ്റമർ റൂമുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതല്ലായിരിക്കും അടുത്ത ദിവസം റിച്ചു ആയിരിക്കും റിച്ചുവിന് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് ആൻഡ് 10 മണിക്ക് RDB ടീമിൻ്റെ കസ്റ്റമർ റൂമായിട്ട് റിച്ചു വരുന്നതായിരിക്കും നാളെ കൃത്യം 10 മണിക്ക് സോ അതുവരെ എല്ലാവർക്കും ബൈ വണക്കം നന്ദി Profile Richu is pro. Why it is not letting me send a message? Bata? Because they know you are a pro. More again next team. Yes, again next team. റിച്ചു റെസ്റ്റില റിച്ചുവിന് പുറത്ത് പറയാൻ പറ്റാത്തൊരു അസുഖമാണ് അതുകൊണ്ട് റിച്ചു റെസ്റ്റില എമുലേറ്റർ നൂബ് യു ആർ നോട്ട് എമുലേറ്റർ നൂബ് അപ്പം ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യട്ടെ ഇവന്മാർ കമൻറ്റ് ചെയ്ത് അലമ്പാണല്ലോ കറണ്ടില്ലെന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇത് വേറെയാണ് വയസ്സൊക്കെ സത്യം വയസ്സായ പ്രായമാണ് ചെക്കന് പ്രായമായി എൻ്റെയാണ് TSC അഖിൽ ബ്രോ ഞാൻ കളിക്കാറില്ല സോറി നിങ്ങൾ നിർത്തുവോ എനിക്ക് ലൈവ് ഓഫ് ചെയ്യണം ലൈവ് കട്ട് ചെയ്യട്ടെ നിങ്ങൾ വല്ല ഡിസ്കോഡിൽ ലിങ്ക് മുകളിൽ കിടപ്പുണ്ട് പോയി ഡിസ്കോഡിൽ പോയി ചാറ്റ് ചെയ്യും അതാകുമ്പം ഞങ്ങളുടെ ഡിസ്കോഡിൽ നിന്ന് ആക്റ്റീവ് ആവുകയും ചെയ്യും ഒരു സദാമാൻ എന്ത് ഞാൻ ലൈവ് ഓഫ് ചെയ്യില്ല നിങ്ങൾ നിർത്തി പോകുന്നതിന് മുന്നേ ലൈവ് ഓഫ് ചെയ്യില്ല